ഈ കർണനെക്കുറിച്ച് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയും നീതിയുമല്ല ഇന്ന് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അന്നത്തെ മഹാഭാരത വ്യവസ്ഥകൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാകത്തിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു അപകടമേ അല്ല. കാരണം കുന്തിക്ക് കിട്ടിയ മന്ത്രം പരീക്ഷിക്കാൻ വേണ്ടി സൂര്യനെയാണ് അവിടെ വിനിയോഗിച്ചത്. സൂര്യൻ്റെ തേജസ്സിൽ നിന്ന് ആണ് ഒരു കുട്ടിയെ ഉണ്ടാകുന്നത്. കുന്തി ലൈംഗിക വേഴ്ച കൊണ്ട് പ്രസവിച്ചുണ്ടായതല്ല ഈ കർണൻ. ഇന്ന് അങ്ങനെ ധരിച്ചിട്ടാണ് ഈ ആക്ഷേപം മുഴുവൻ പറയുക. അങ്ങനെയല്ല, സൂര്യ തേജസ് കൊണ്ട് വരദാനമായി കിട്ടിയ പുത്രനാണ്. അതിനെ ഈ പുഴയിൽ ഒഴുക്കാൻ കാരണം അതുകൊണ്ടല്ല. കാരണം എല്ലാ ദിവസവും സൂര്യൻ തൻ്റെ രശ്മികൾ ഈ പുഴയിലും സമുദ്രത്തിലും നദിയിലുമുള്ള വെള്ളത്തിൽ നിന്നും വെള്ളത്തെ ആഗിരണം ചെയ്തിട്ടാണ് അത് മുകളിലേക്ക് കൊണ്ടുപോയി മഴയാക്കി ഭൂമി പിടിക്കുന്നത്. ഇത് ആരെടുത്തോളും? സൂര്യൻ തിരിച്ചെടുത്തോളും ഈ തേജസ്സിനെ, ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. പിന്നെ എന്താണ്, ഒരു മാതൃത്വ പരാളനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ അതിരഥനും രാധയും ഒക്കെ ഇവിടെ രംഗത്ത് വരുന്നത്. അന്നല്ല, ഇന്നും ഇതൊക്കെ നടക്കുന്നതാണ്. പക്ഷെ കുന്തി തനിക്കുണ്ടായ പുത്രനെ കുഴിച്ചു മൂടുകയോ കക്കൂസിലിടുകയോ വെളിയിൽ കളയുകയോ അല്ല ചെയ്തത്. ഇനിയും ഇതിൽ കർണന് ആക്ഷേപമില്ല. കുന്തിയെ കണ്ടുമുട്ടുമ്പോൾ അമ്മ ഇതെന്നോട് പറഞ്ഞില്ല എന്നുള്ള അല്ലാതെ ഒരിക്കലും തൻ്റെ മാതൃത്വത്തെ ധിക്കരിച്ചോ അധിക്ഷേപിച്ചോ കർണൻ സംസാരിക്കുന്നില്ല. കർണൻ അപ്പോഴൊക്കെയും അമ്മയോടുള്ള ബഹുമാനം, അമ്മയ്ക്കിത് പറയാമായിരുന്നു നേരത്തെ, ഇത്ര മാത്രമേ ഉള്ളൂ ഈ കർണനെ സംബന്ധിച്ച് അധിക്ഷേപം. അപ്പം മഹാഭാരത വിമർശനങ്ങൾ ഇന്നത്തെ നീതി വ്യവസ്ഥയോ ഇന്നത്തെ സമൂഹ വ്യവസ്ഥയോ മാനിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അത് മഹാഭാരതം മുഴുവൻ പഠിച്ചിട്ട് മഹാഭാരത വ്യാസന ഹൃദയം നന്നായിട്ട് അറിഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് ആ വ്യാസഹൃദയത്തോട് മഹാഭാരതത്തോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ പറ്റിയാൽ ഇന്ന് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. ഈ ഇതിഹാസ പുരാണങ്ങൾ ഇതാണ് മനുഷ്യന് ചെയ്യുന്ന സ്വാധീനം.